കരം നമ്മുടെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. അതിന്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യൽ ട്രെയിലർ 2 എന്ന് പറഞ്ഞൊരു ട്രെയിലറോടെ വന്നിട്ടുണ്ട്. തിര എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. നമുക്ക് അതിൽ കാണാം. ഇത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചല്ലായിരുന്നു. ഫസ്റ്റ് ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഞാൻ പുള്ളി ഐഡന്റിഫൈ ചെയ്തില്ലായിരുന്നു. ഇത് മൊത്തത്തിൽ ഇപ്പോൾ വേറൊരു രാജ്യത്ത് നടക്കുന്നുണ്ട്. അത് തന്നെ ഒരു ഫ്രഷ്നെസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നോബിൾ ഇതൊരു മറ്റേ എന്താ പറയാ, ഒരു എസ്കേപ്പ് അങ്ങനത്തെ ഒരു സെറ്റപ്പാന്ന് തോന്നുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് തോന്നലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവർക്ക് എന്തെങ്കിലും പറ്റുന്നവരെ. വിനീത് ശ്രീനിവാസൻ സിനിമകൾ അഭിഭാജ്യ ഘടകമായ അദ്ദേഹത്തിന്റെ ഒരു ഹൈ പിച്ച് പാട്ടുണ്ട്. നോബിൾ, ബാബു തോമസ്, മനോജ് കെ ജെയിൻ, കലാഭവൻ ഷാജോൺ, ബാബുരാജ്, രേഷ്മ, ഓൺട്രി, ജോൺ, എല്ലാവരുടെയും പേര് വായിക്കാൻ പറ്റില്ല. ഒരുപാട് കാസ്റ്റ് ഉണ്ടല്ലോ. മോസ്റ്റ്ലി എല്ലാവരും പുറത്തുള്ളവരാണല്ലോ. അണ്ണൻ, കരം, അഭിഷേക് സുബ്രഹ്മണ്യം. ഇത് ആക്ച്വലി വിനീത് ശ്രീ 25th. ഈ മാസം ഉണ്ടല്ലേ. ഈ മാസം ഓൾറെഡി മലയാള സിനിമയുടെ നല്ല 1-2 സിനിമകൾ ഈ ഒരു ഓണക്കാലത്തും ഇപ്പം നമ്മുടെ ലോക പോലുള്ള ഹൃദയപൂർവ്വം പോലുള്ള സിനിമകളൊക്കെ വന്നു. വിനീത് ശ്രീനിവാസന്റെ ഫസ്റ്റ് ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഡയറക്ടർ ഓഫ് തിര എന്നായിരുന്നു എഴുതിയിരുന്നത്. അദ്ദേഹം കുറെ ചെന്നൈ പാസൊക്കെ വിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ പടമായിട്ടാണ് വരുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് തന്നെയാണ് അദ്ദേഹം. ഒരുപാട് പേര് വിനീത് ശ്രീനിവാസന്റെ പടങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും ഒരു പരിധിക്കപ്പുറത്തുള്ള ആൾക്കാർ ഇതിനെ വെച്ച് ട്രോളുന്നുണ്ടായിരുന്നു. സോ അതിനുള്ള മറുപടിയായിട്ടാണ് ഈ ഒരു സിനിമ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ട്രെയിലറിന്റെ അതേപോലെ ഒരു പാറ്റേണിലുള്ള ആ ഇൻസിഡന്റ് എന്താണെന്ന് പറയാത്ത, എനിക്കൊരു എസ്കേപ്പ്, ഇത് രാജ്യത്ത് എന്തൊരു ഇൻസിഡന്റ് ആൻഡ് അവിടെ നിന്ന് ഒരു എസ്കേപ്പ് ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ടൈപ്പ് സിനിമകൾ വന്നിട്ടുണ്ട്. ബട്ട് വിനീത് ശ്രീനിവാസൻ അതെങ്ങനെ കൺസീവ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഇതിന്റെ നായകനായ നോബിൾ തന്നെയാണെന്ന് തോന്നുന്നു ഇതിന്റെ സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് നമ്മുടെ ഹെലൻ എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ത്രില്ലിംഗ് ഫാക്ടർ എഴുതാൻ വിനീത് ശ്രീനിവാസൻ ഡെഫിനറ്റ്ലി എഴുതാറുണ്ട്. നമ്മുടെ വടക്ക സെൽഫിയൊക്കെ അതിന് ഒരു എക്സാമ്പിളാണ്. ഓഫ് കോഴ്സ് തിര അതിന് എക്സാമ്പിളാണ്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വിനീത് ശ്രീനിവാസന്റെ ടീം, എൻ്റെ ടീമുണ്ട്. എഡിറ്റർ ആയിക്കോട്ടെ, മ്യൂസിക് ഡയറക്ടർ ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഒരു ടീമാണ് ഈ ഒരു പടത്തിൽ വരുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണ് പുതിയ തിരക്ക് ശേഷം വരുന്ന വിനീത് ശ്രീനിവാസന്റെ സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ട്രെയിലറും ലുക്സ് ഗുഡ്. സോ നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.